10ാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് ഷുഹൈബ് കീഴടങ്ങി. മുൻകൂർ ജാമ്യം ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി മുഹമ്മദ് ഷുഹൈബ് കീഴടങ്ങിയത്. എൻ്റെ സ്ഥാപനത്തിൽ സെപ്റ്റംബറിന് ശേഷം വന്നൊരു അധ്യാപകനാണ്. ആ അധ്യാപകൻ ആരോ ഒരാൾ എൻ്റെ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചതാണ്. അതൊരു വൻകിട പ്ലാറ്റ്ഫോമാണ്. എൻ്റെ അടുത്തുണ്ട് ഈ അധ്യാപകൻ ആരോ പറഞ്ഞയച്ചതിനുള്ള തെളിവ്. അതൊരു വേറെ പ്ലാറ്റ്ഫോമാണ്. എംഎസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ആ സ്ഥാപനം ഒരു എൻ്റെ നാട്ടിലൊരു നേതാവിന് 5 ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് ഷുഹൈബിനെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് ക്രൈംബ്രാഞ്ച് SP കെ മൊയ്തീൻ കുട്ടി പറഞ്ഞു. അതേസമയം കേസിൽ 2ാം പ്രതി ഫഹദ്, 3ാം പ്രതി ജിഷ്ണു എന്നിവർക്ക് കോഴിക്കോട് ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. സമീർ സി മുഹമ്മദ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സമീർ, ഇനിയുള്ള പോലീസിന്റെ നടപടിക്രമം ഏത് രീതിയിലായിരിക്കും? അന്വേഷണം എങ്ങനെയായിരിക്കും പുരോഗമിക്കുക? ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ കേസിലെ 1ാം പ്രതിയായിട്ടുള്ള MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബ് അന്വേഷണ സംഘത്തിന് മുമ്പാകെ കീഴടങ്ങിയിരിക്കുകയാണ്. പ്രതിയെ ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയാണ് പ്രതി കീഴടങ്ങിയത്. അവിടെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഈ കേസിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വിവരം ഇന്നലെയാണ് പുറത്തു വന്നത്. ഇതിൻ്റെ ഉറവിടം കണ്ടെത്തി എന്നുള്ള കാര്യം. അത് മലപ്പുറം മേൽമുറിയിലെ മഹദീൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പിയൂണായിട്ടുള്ള അബ്ദുൽ നാസറാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് തുടക്കമിട്ടത് എന്ന കാര്യമാണ് പോലീസ് കണ്ടെത്തിയിരുന്നത്. അതായത് അദ്ദേഹം ആ പ്രതി അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ആ ഫോട്ടോ അവിടുത്തെ മുൻ അധ്യാപകൻ, അതായത് മുൻ പ്രധാന അധ്യാപകനും അതുപോലെ തന്നെ MS സൊല്യൂഷൻസിലെ അധ്യാപകനുമായിട്ടുള്ള കേസിലെ 2ാം പ്രതി ഫഹദിന് അയച്ചു കൊടുക്കുകയായിരുന്നു. അതാണ് അടുത്ത ദിവസം ഇത്തരം ചോദ്യങ്ങൾ വരും എന്ന് ഉറപ്പിച്ച് പ്രവചിച്ചുകൊണ്ട് ഈ യൂട്യൂബ് ചാനലിലൂടെ ക്ലാസ്സായി വന്നുകൊണ്ടിരുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായിട്ടുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം കിടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ഈ 1ാം പ്രതി തന്നെ ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. ആ പ്രതിയെയും ഒപ്പം തന്നെ MS സൊല്യൂഷൻസും ഈ മറ്റു പ്രതികളും തമ്മിലുണ്ടായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിയുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അബ്ദുൽ നാസർ ഫഹദ് മുഖാന്തരമാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചോർത്തി നൽകിയിരുന്നത്. അതിന് ഇവർ തമ്മിലുണ്ടായിരുന്ന ബന്ധം അതെല്ലാം തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല MS സൊല്യൂഷൻസിലേക്ക് ഈ പ്രതി എത്തിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം ഷുഹൈബിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഈ CEO ആയിട്ടുള്ള ഷുഹൈബ് പറയുന്നത് MS സൊല്യൂഷൻസിനെ തകർക്കാൻ വേണ്ടിക്കൊണ്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിൻ്റെ ഗൂഢാലോചന നടത്തിയത് പ്രധാനപ്പെട്ട ഒരു ട്യൂഷൻ സെൻ്ററാണ്. ആ പ്രധാന സ്ഥാപനവും അതുപോലെ തന്നെ ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവും തമ്മിൽ ഗൂഢാലോചന നടത്തുകയും അതിന് 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പുറത്തു വരുന്നു. അപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് ഫഹദിനെ ഇവിടേക്ക് എത്തിച്ചത് അതിൻ്റെ ഭാഗമായാണ് എന്നുള്ള കാര്യവും അത്തരത്തിലുള്ള ആരോപണങ്ങൾ താൻ ഉന്നയിക്കുക മാത്രമല്ല അതിന് തൻ്റെ പക്കൽ തെളിവുണ്ട് എന്ന കാര്യവും ഷുഹൈബ് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ അത് എത്രമാത്രം യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ് എന്നുള്ള കാര്യം അന്വേഷണ സംഘം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ ഷുഹൈബിനെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇതിനിടയിലാണ് 2-3 പ്രതികളായിട്ടുള്ള ഫഹദിനും ജിനീഷിനും ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ പ്രതികളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള അന്വേഷണ സംഘത്തിൻ്റെ ശ്രമമുണ്ട്. ആവശ്യമെങ്കിൽ അവർക്ക് നോട്ടീസ് നൽകിക്കൊണ്ട് അവരെ വിളിപ്പിക്കുകയും പിന്നീട് ചോദ്യം ചെയ്യുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അബ്ദുൽ നാസർ റിമാൻഡിൽ പോയത്. അബ്ദുൽ നാസറിൻ്റെ നിന്നാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ ലഭ്യമാകേണ്ടത്. അബ്ദുൽ നാസറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് താമരശ്ശേരി കോടതിയിൽ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുമുണ്ട്. കീർത്തന. ശരി, സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ വന്ന് കീഴടങ്ങിയായിരുന്നു മുഹമ്മദ് ഷുഹൈബ്. അപ്പോൾ മറ്റു പ്രതികൾക്കൊപ്പം ഇരുന്ന് ചോദ്യം ചെയ്യിപ്പിക്കുമോ, അല്ലെങ്കിൽ ഇവരുടെ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളൊക്കെ ഇനി അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അന്വേഷണം ആ രീതിയിൽ പുരോഗമിക്കും.